ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മൾ മെയിനായിട്ട് നമ്മൾ ബാത്റൂമിൻ്റെ ആണെങ്കിലും കിച്ചണിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ വേസ്റ്റ് ലൈനിന് വേണ്ടിയിട്ട് വേസ്റ്റിൻ്റെ കുഴികൾ കാര്യങ്ങൾ എടുക്കാറുണ്ട്. അപ്പോൾ എത്ര മെയിനായിട്ട് നമുക്ക് എങ്ങനെയാണ് കുഴികൾ എടുക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് സെപ്പറേറ്റ് കൊടുക്കേണ്ട ഡീറ്റെയിൽസ് വീഡിയോയാണ് നമ്മളൊന്ന് ഉൾപ്പെടുത്തിയിരിക്കും. മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്നത് 3 കുഴികളാണ് മെയിനായിട്ട് നമുക്ക് ഒരു വീടിന് അത്യാവശ്യമായിട്ട് വരുന്നത്. ഒന്ന് നമ്മൾ സിങ്കിൻ്റെ ഏരിയ, അതായത് കിച്ചണിൻ്റെ സിങ്കിന് വരുന്ന ഏരിയ സെപ്പറേറ്റ് ഒരു കുഴികളാണ് വേണ്ടത്. അത് കൂടാതെ തന്നെ പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുളിക്കുന്ന വെള്ളം സെപ്പറേറ്റ് ഒരു കുഴിയാണ് വേണ്ടത്. പിന്നെ വരുന്നത് സെപ്റ്റിക് ടാങ്കിൻ്റെ ഓവർഫ്ലോ കുഴി. ഇതാണ് മെയിനായിട്ട് വരുന്ന 3 കുഴികൾ വരുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്ന രീതിയിൽ കണ്ടിട്ടുണ്ടായിരുന്നത് സെപ്റ്റിക് ടാങ്കിൻ്റെ കുഴി സെപ്പറേറ്റ്, ഓവർഫ്ലോന് സെപ്പറേറ്റ് കൊടുക്കും. സിങ്കിൽ നിന്ന് വരുന്ന വേസ്റ്റിനും കുളിക്കുന്ന വെള്ളത്തിനും വേണ്ടിയിട്ട് ഒറ്റ കുഴി സാധാരണ കൊടുക്കുന്നതായിട്ട് കാണാറുണ്ട്. അതൊരിക്കലും ചെയ്യരുത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിങ്കിൽ നിന്ന് വരുന്ന വേസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറും മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ കിച്ചണിൻ്റെ ഏരിയയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. പിന്നെ അത് കൂടാതെ തന്നെ അതിൻ്റെ അകത്ത് നമ്മൾ സോപ്പും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരിക്കലും അത് അഴുകാനുള്ള ചാൻസ് കാര്യങ്ങൾ കുറവാണ്. അപ്പോൾ അത് ആ കിടക്കുന്ന അതേ ലെവലിൽ സ്മെല്ലടിച്ച് കിടക്കുന്ന അതേ സ്മെല്ലിലേക്ക് ആ കുഴിയിലേക്ക് നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാത്റൂമിൽ നിന്ന് വരുന്ന കുളിക്കുന്ന വെള്ളത്തിൻ്റെ ആ ട്രാപ്പിൽ നിന്ന് ഓരോ ബാത്റൂമിൽ നിന്ന് ട്രാപ്പിൽ നിന്ന് വരുന്ന വെള്ളം കാര്യങ്ങൾ അതിലേക്ക് കണക്ട് ചെയ്ത അതേ സ്മെല്ല്, അതായത് ആ കിച്ചണിൻ്റെ കുഴിയിലുള്ള അതേ സ്മെല്ല് നേരെ കയറി വരുന്നത് നേരെ ഓരോ ബാത്റൂമിലേക്കായിരിക്കും. അപ്പോൾ ബാത്റൂമിൽ നല്ല രീതിയിൽ സ്മെല്ല് ഉണ്ടാകാനുള്ള കാരണങ്ങളിലൊന്ന് ഇതാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുളിക്കുന്ന വെള്ളത്തിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് കുഴി കൊടുക്കണം. അതുപോലെ തന്നെ കിച്ചണിൻ്റെ സിങ്കിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് കുഴി കൊടുക്കണം. ഓവർഫ്ലോ, അതായത് നമ്മുടെ ബാത്റൂമിൻ്റെ സെപ്റ്റിക് ടാങ്കിൻ്റെ ഓവർഫ്ലോ കുഴിയിലേക്ക് വേറെ ഒന്നും തന്നെ കണക്ട് ചെയ്യരുത്. കാരണം നമുക്ക് തോന്നാം അവിടെ വെള്ളം മാത്രമല്ലേ വരുന്നുള്ളൂ, അതിലേക്ക് നമുക്ക് കുളിക്കുന്ന വെള്ളം കാര്യം കണക്ട് ചെയ്യാമെന്ന് നമുക്കൊരു തോന്നലുണ്ടാകും. പക്ഷേ അത് പ്രശ്നമാണ്. കാരണം സെപ്റ്റിക് ടാങ്കിൻ്റെ നമ്മൾ ഓവർഫ്ലോ കുഴിയിലേക്ക് നമ്മൾ കണക്ട് ചെയ്തതിൻ്റെ ഓവർഫ്ലോ കുഴിയിലേക്ക് ഈ പറയുന്ന കുളിക്കുന്ന വെള്ളം കണക്ട് ചെയ്താലും അതേ സെപ്റ്റിക്കിൻ്റെ സ്മെല്ല് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുന്ന സമയത്ത് നേരെ റിലീസാവുന്നത് നമ്മുടെ ബാത്റൂമുകളിലേക്കായിരിക്കും. ബാത്റൂമിൽ റിലീസായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ വീട് മൊത്തം ആ പറയുന്ന സ്മെല്ലായിരിക്കും. പിന്നെ ഒരിക്കലും മാറ്റാൻ പറ്റാത്തൊരവസ്ഥ വരും. പിന്നീട് രണ്ടാമത് കട്ട് ചെയ്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നാണ് വാഷ് ബേസിനും ഈ പറഞ്ഞ ലെവലിൽ, അതായത് കോമൺ വാഷ് ബേസിനും സിങ്കിലേക്ക് കണക്ട് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. സിങ്കിലേക്ക് കണക്ട് ചെയ്യാതിരിക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വാഷ് ബേസിൻ്റെ ഏരിയയും കണക്ട് ചെയ്യുന്നത് കുളിക്കുന്ന വെള്ളത്തിലേക്ക് കണക്ട് ചെയ്താലും കുഴപ്പമില്ല. അത് വലിയ റിസ്ക് കാര്യങ്ങൾ സംഭവിക്കാനില്ല. കിച്ചണിൻ്റെ സിങ്കിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്ന സ്മെല്ലാണ്. ഇനി ഇതെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക, അതായത് നമ്മൾ ഈ പറഞ്ഞ ലെവലെല്ലാം ക്ലിയർ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സ്മെല്ല് വരുന്നതെങ്കിൽ വേറെ ഒരു മാർഗ്ഗമില്ല. ഓരോന്നിനും സെപ്പറേറ്റ് ട്രാപ്പ്, പുറത്ത് വരുന്ന ട്രാപ്പ് കാര്യങ്ങൾ കൊടുക്കാമെന്ന് മാത്രമേ രക്ഷയുള്ളൂ. അതിനേക്കാൾ ഏറ്റവും നല്ലത് നമ്മൾ വീട് പണിയുന്ന സമയത്ത് ഈ കാര്യങ്ങൾ, അതായത് സെപ്പറേറ്റ് കുഴികൾ എടുത്തിട്ടുണ്ടെങ്കിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ സിങ്കിൻ്റെ കുഴി ഏറ്റവും കുറഞ്ഞത് അത്യാവശ്യം ഒരു വലിപ്പം, ഒരു മീറ്റർ നീളം, 1 മീറ്റർ വീതി, 1 മീറ്റർ താഴ്ച ഏറ്റവും കുറഞ്ഞതെങ്കിലും ഉണ്ടാവണം. കുളിക്കുന്ന വെള്ളം അത്രയും തന്നെ കൊടുക്കുകയാണെങ്കിൽ നല്ല, അതിനേക്കാൾ കുറച്ച് കുറഞ്ഞിരുന്നാലും വിഷയമില്ല. സിങ്കിൻ്റെ കുഴിയാണ് കുറച്ച് വലിപ്പം വേണ്ടത്. കാരണം സിങ്കിൻ്റെ കുഴി പെട്ടെന്ന് നിറയാനും അതുമാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം കാര്യങ്ങൾ സോപ്പോതൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ കുഴി കുത്തിയതിൻ്റെ സൈഡുകളിലായിട്ട് ഇത് അടിഞ്ഞതിന് ശേഷം വെള്ളം ഭിത്തിയിൽ നിന്ന് പുറത്തേക്ക് വലിക്കാത്തൊരവസ്ഥ വരും. അങ്ങനെയാണ് സാധാരണ ലെവലിൽ ഒരു ലെയറായിട്ട്, അതായത് ആ ഭിത്തിയുടെ ഒരു ലെവലിൽ ഒരു ലെയർ പോലെ ഒരു കോട്ടിങ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഒരിക്കലും വെള്ളം പുറത്തേക്ക് വലിഞ്ഞു പോകില്ല. അങ്ങനെയാണ് കൂടുതലും സിങ്ക് കാര്യങ്ങൾ ബ്ലോക്കിങ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. അത്യാവശ്യം വലിപ്പമുള്ള കുഴിയായിരിക്കണം സിങ്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാത്താലേ നമുക്ക് ഇതുപോലെ ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.